സംസ്ഥാനത്തെ പച്ചക്കറി വില കുതിച്ചുയരുമ്പോൾ ശീതകാല പച്ചക്കറിയുടെ വിളനിലമായ വട്ടവടയിലെ കർഷകർക്ക് കിട്ടുന്നത് പക്ഷേ വളരെ തുച്ഛമായ തുകയാണ്. വട്ടവടയിലെ പച്ചക്കറി പൂർണ്ണമായും ഹോർട്ടികോർപ്പ് സംഭരിക്കുമെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനം പാഴ്വാക്കായി. കഴിഞ്ഞ ഓണക്കാലത്ത് സംഭരിച്ച പച്ചക്കറിയുടെ വില പോലും ഹോർട്ടികോർപ്പ് പൂർണ്ണമായും നൽകിയിട്ടില്ല. വട്ടവടയിലെ പച്ചക്കറി ഭൂരിഭാഗവും കയറി പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. അതുകൊള്ളാലോ, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കയറുന്നു, വട്ടവടയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്നു. എന്ത് സംഭവിച്ചിരിക്കുന്നതേ ചോദിച്ചിട്ട് വരാം. ദീപക്ക് നമുക്കൊപ്പം ചേരുന്ന ഒരു റിപ്പോർട്ട് കാണാം. കാബേജ് ഇന്ന് 80 രൂപയാണ് വില. 80. ഇതിനു മുമ്പ് 50, 55, 60 അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു 20-25 രൂപയോളം കൂടിയിട്ടുണ്ട്. ക്യാബേജിന്റെ വില ഇപ്പോൾ 80 രൂപയാണ്. ഈ ക്യാബേജ് ഉൽപ്പാദിപ്പിക്കുന്ന ശീതകാല പച്ചക്കറി കൃഷി നടത്തുന്ന വട്ടവടയിലെ കർഷകർക്ക് എന്ത് കിട്ടുന്നു എന്നാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. ഒരേക്കർ പാടത്ത് ക്യാബേജ് കൃഷി ഇറക്കണമെങ്കിൽ വിത്തിന് മാത്രം 10,000 രൂപയോളം ചിലവ് വരും. വളത്തിനും മറ്റു കൂലിച്ചെലവുകൾ വേറെ. 4 മാസം വേണം ഇവ വിളവെടുക്കുവാൻ. എന്നാൽ വിപണിയിൽ കാബേജ് വില കുതിച്ചുയർന്നു നിൽക്കുമ്പോഴും വട്ടവടയിലെ കർഷകർക്ക് കിട്ടുന്നത് കിലോയ്ക്ക് 18 രൂപയിൽ താഴെ മാത്രം. ഇവർക്ക് അറിയാവുന്നതാകട്ടെ കൃഷി മാത്രം. അതുകൊണ്ട് നഷ്ടം വന്നാലും വീണ്ടും തുടരുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് കർഷകർ പറയുന്നു. இப்படி விலை இல்லாமல் மொத்தத்துக்கு வெட்டாமையும் காட்டிலேயும் போயிருக்குது. அப்போ எங்களுக்கு கிடைச்ச லாபம் கிடைக்காட்டியும் அதே തൊഴിലൊക്കെ നാങ്ങൾ സെഞ്ചുകിട്ടേ വന്നിട്ട് இருக்கிறோம். ഞങ്ങൾക്ക് വേറെ തൊഴിലെല്ലാം ഇല്ല, ഇതേ തൊഴിലത്തെ. കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നത് മാത്രമല്ല, കർഷകരെ സഹായിക്കേണ്ട ഹോർട്ടികോർപ്പ് ഇവിടെ നോക്കുകുത്തിയാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് സംഭരിച്ച പച്ചക്കറിയുടെ പോലും വില പൂർണ്ണമായി കർഷകർക്ക് ഇതുവരെ നൽകിയിട്ടില്ല. പക്ഷേ ഹോർട്ടികോർപ്പ് സംഭരിച്ചും കർഷകർക്ക് ന്യായമായ വില കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് അവർ കൊടുത്തത്. പക്ഷേ കർഷകർക്ക് പകുതി പൈസയാണ് കിട്ടിയത്, പകുതി പൈസ കിട്ടിയിട്ടില്ല. ഇനിയും പൈസ കിട്ടാതെ കർഷകർ കൂടുതലുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്തിന് ശേഷം ഇതുവരെ ഹോർട്ടികോർപ്പ് പച്ചക്കറി ഇവിടെ നിന്നും സംഭരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടനിലക്കാർ വഴി കർഷകർ വിറ്റഴിക്കുന്ന പച്ചക്കറികൾ തമിഴ്നാട്ടിലെ മാർക്കറ്റിലെത്തി തിരിച്ച് കേരളത്തിലെത്തുമ്പോൾ മൂവിരട്ടി വില. ഹോർട്ടികോർപ്പ് കൃത്യമായി സംഭരിക്കുകയും വില കൃത്യമായി നൽകുകയും ചെയ്താൽ ഗുണമേന്മയുള്ള പച്ചക്കറി കേരളത്തിൽ തന്നെ വിതരണം നടത്തുവാൻ കഴിയുമെന്ന് കർഷകർ പറയുന്നു. പിന്നെ കഴിഞ്ഞ ഓണ സീസൺ കഴിഞ്ഞിട്ട് ഇതുവരെ ഹോർട്ടികോർപ്പ് ഇവിടെ സംഭരിക്കുന്നില്ല. പ്രതിമാസം 5 അക്കവും അതിനു മുകളിലും ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുള്ള കൃഷിവകുപ്പിന് കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കർഷകർക്ക് 1 രൂപയുടെ ഉപകാരമില്ല. സർക്കാർ ഖജനാവിനാകട്ടെ കോടികളുടെ നഷ്ടവും. വിപണിയിൽ പച്ചക്കറിക്ക് തീ പിടിച്ച വില നിലനിൽക്കുമ്പോഴും വട്ടവടയിലെ കർഷകർക്ക് കിട്ടുന്നത് തുച്ഛമായ തുക മാത്രമാണ്. 4 മാസത്തെ കഷ്ടപ്പാടിന് ശേഷം ഇവ വിളവെടുത്ത് വിറ്റുകഴിഞ്ഞാൽ ബാങ്ക് വായ്പയുടെ പലിശയടയ്ക്കാൻ പോലും തികയാത്ത സാഹചര്യം. സർക്കാർ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. ഹോർട്ടികോർപ്പ് നോക്കുകുത്തിയാകരുത്. ഇതാണ് കർഷകർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.